ഹലോ ഹായ് എല്ലാവർക്കും ലേണിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണ്, ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ഇടുന്നൊരു ചാനലാണ് നമ്മുടെ ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ചാനൽ. ഓക്കെ, നേവിയിൽ അഗ്നിവീർ ആകാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ നേവിയിൽ അഗ്നിവീർ വിജ്ഞാപനമായിരിക്കുകയാണ്. അഗ്നിവീർ SSR, അഗ്നിവീർ മെട്രിക് റിക്രൂട്ട്മെന്റുകളിലേക്കാണ് അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം വന്നിട്ടുള്ളത്. 2/2025, 1/2026, 2/2026 എന്നീ 3 ബാച്ചുകളിലേക്കാണ് പ്രവേശനം വന്നിട്ടുള്ളത്. 2/2025, 1/2026, 2/2026 4 വർഷത്തേക്കായിരിക്കും നിയമനം. തുടർന്ന് സെയിലർ തസ്തികയിൽ റെഗുലർ നിയമനത്തിനുമുള്ള അവസരവും ഉണ്ട് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാർച്ച് 29 മുതൽ ഏപ്രിൽ 10 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറഞ്ഞാൽ മാർച്ച് 29 സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ 10 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു 2 വേക്കൻസീസ് ആണ്, അതായത് SSR റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ മെട്രിക് റിക്രൂട്ട്മെന്റും അല്ലേ. അതിൽ SSR എന്ന് പറയുന്നത് അതിലുള്ള ക്വാളിഫിക്കേഷൻ, അതിൽ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാത്സും ഫിസിക്സും പഠിച്ച് 50% മാർക്കോടെ +2 ജയിക്കണം, അല്ലെങ്കിൽ 50% മാർക്കോടെ 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ആ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിൽ ഒരു സബ്ജക്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, IT. അല്ലെങ്കിൽ മാത്സും ഫിസിക്സും പഠിച്ച് 50% മാർക്കോടെ 2 വർഷ വൊക്കേഷണൽ കോഴ്സ് ചെയ്യും. ഇതാണ് അവർ SSR റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഇനി മെട്രിക് റിക്രൂട്ട്മെന്റിൽ 50% മാർക്കോടെ 10ാം ക്ലാസ് ചെയ്യാൻ മാത്രം മതി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്കറിയാം അഗ്നിവീർ ആകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് അതുപോലെ തന്നെ +2. SSR റിക്രൂട്ട്മെന്റിന് +2ഉം അതുപോലെ തന്നെ മെട്രിക് റിക്രൂട്ട്മെന്റിന് 10ാം ക്ലാസ്സുമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 2024-25 അക്കാദമിക് വർഷത്തെ ബോർഡ് എക്സാം എഴുതുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ആദ്യ ഘട്ടത്തിൽ ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്, അതായത് INET എക്സാം ഉണ്ടായിരിക്കും. ഇത് മെയ് മാസത്തിലായിരിക്കും നടക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ജയിക്കുന്നവർക്ക് മാത്രമാണ് 2ാം ഘട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് PFT. PFT എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും, മെഡിക്കൽ പരിശോധന എന്നിവ ഉൾപ്പെടുന്നതാണ് 2ാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരൊറ്റ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം. എന്താണ്? പ്രിലിംസ് അല്ലെ, INET ആണ്. അത് INET എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് ആണ്. അത് പാസ്സായവർക്കാണ് 2ാം ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് പറ്റും. ആ എക്സാം നടക്കാൻ പോകുന്നത് മെയ് മാസത്തിലാണ് നമ്മൾ പറഞ്ഞു. ഇതിൽ ജയിക്കുന്നവർക്കാണ് 2ാം ഘട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. 2ാം ഘട്ടത്തിലുള്ളത് ഒരു PFT ഉണ്ടായിരിക്കും, ഒരു റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും, ഒരു മെഡിക്കൽ അനാലിസിസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം, അതാണ് 2ാം ഘട്ടം എന്ന് പറയുന്നത്. PFT പാസ്സാകുന്നവർക്ക് തുടർന്നുള്ളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, 2ാം ഘട്ടത്തിൽ ആദ്യം വരുന്നത് റിട്ടൺ എക്സാം അല്ല, PFT ആണ്. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് ആദ്യം വരുന്നത്. 2ാം ഘട്ടത്തിൽ ആദ്യം വരുന്നത് PFT ആണ്. ആ PFT പാസ്സായവർക്ക് മാത്രമാണ് അടുത്ത റിട്ടൺ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ആ റിട്ടൺ എക്സാം പാസ്സായവർക്ക് മാത്രമാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് ഏതൊക്കെ ഇനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷൻ, നമ്മൾ പറഞ്ഞല്ലോ അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം എന്ന് പറഞ്ഞു. അതിൽ പുരുഷന്മാർക്ക് 6 മിനിറ്റ് 30 സെക്കൻഡിൽ 1.6 കിലോമീറ്റർ ഓട്ടവും 20 സ്ക്വാറ്റ്സ്, 15 പുഷപ്സ്, 15 ബെന്നി സിറ്റപ്സ് ആണ് അതിലുള്ളത്. സ്ത്രീകൾക്ക് 8 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓട്ടം, 15 സ്ക്വാറ്റ്സ്, 10 പുഷപ്പ്, 10 ബെന്നി സിറ്റപ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ പുരുഷന്മാർക്ക് 6 മിനിറ്റ് 30 സെക്കൻഡിൽ 1.6 കിലോമീറ്റർ ഓട്ടമുണ്ട്, 20 സ്ക്വാറ്റ്സ് ഉണ്ട്, 15 പുഷപ്സ് ഉണ്ട്, 15 ബെന്നി സിറ്റപ്സ് ഉണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് 8 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓട്ടവും 15 സ്ക്വാറ്റ്സ് ആണുള്ളത്. അപ്പോൾ പുരുഷന്മാർക്ക് 20, സ്ത്രീകൾക്ക് 15. പുഷപ്സ് പുരുഷന്മാർക്ക് 15, സ്ത്രീകൾക്ക് 10. 15 സിറ്റപ്സ് വരുന്നത് പുരുഷന്മാർക്ക് 15, എന്നാൽ സ്ത്രീകൾക്ക് 10. ഇങ്ങനെയാണ് വരുന്നത്. ഉയരം അവർ പറയുന്നുണ്ട് 157 സെന്റിമീറ്റർ ആണ് ഉയരം പറയുന്നത്. കാഴ്ചശക്തിയുടെ കാര്യം അവർ പറയുന്നുണ്ട്. അൺകറപ്റ്റഡ് വിഷൻ 6/12, കറപ്റ്റഡ് വിഷൻ 6/6, 6/6, കളർ പെർസെപ്ഷൻ CP പാസ് എന്നവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫീസ് വന്നിട്ട് 550 രൂപയാണ്.
ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. പരിശീലനം നമ്മൾ പറഞ്ഞല്ലോ 3 ബാച്ചുകളാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? 2/2025 1/2026 2/2026 എന്നീ ബാച്ചുകളാണുള്ളത്. അതിൽ 2/2025 ബാച്ചുകാർക്ക് സെപ്റ്റംബറിലും 1/2026 ബാച്ചുകാർക്ക് 2026 ഫെബ്രുവരിയിലും 2/2026 ബാച്ചുകാർക്ക് ജൂലൈയിലും ഒഡീഷയിലെ INS ചിൽക്കയിലാണ് പരിശീലനം ആരംഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiannavy.gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. ഓക്കെ, സാലറി പാക്കേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 30,000, സെക്കൻഡ് ഇയറിൽ 33,000, നമ്മൾ പറഞ്ഞു 4 വർഷമാണല്ലോ. തേർഡ് ഇയറിൽ 36,500, ഫോർത്ത് ഇയറിൽ 40,000. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? സാലറി പാക്കേജ് പറയുന്നത്. അതേപോലെ തന്നെ നേവിയിൽ മെഡിക്കൽ അസിസ്റ്റന്റ് ആവാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അവസരം പുരുഷന്മാർക്കാണ് കേട്ടോ. ഇന്ത്യൻ നേവിയുടെ മെഡിക്കൽ ബ്രാഞ്ചിൽ സെയിലർ ആകാൻ SSR മെഡിക്കൽ അസിസ്റ്റന്റ് ആവാനായിട്ട് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം വന്നിട്ടുള്ളത്. ഇതും 2 ബാച്ചുകളാണുള്ളത്. 2/2025 2/2026 എന്നീ ബാച്ചുകൾക്കാണ് പ്രവേശനം വരുന്നത്. 2025 സെപ്റ്റംബർ 2026 ജൂലൈ ബാച്ചുകളിൽ ഒഡീഷയിലെ INS ചിൽക്കയിൽ തുടങ്ങുന്ന പരിശീലനത്തിന് ശേഷം 20 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുന്നത്. 20 വർഷത്തേക്ക് കേട്ടോ. മാർച്ച് 29 മുതൽ ഏപ്രിൽ 10 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പ്രധാന തീയതികൾ പറയുകയാണെങ്കിൽ ഇതിലെ യോഗ്യത ആദ്യം പറയാം. യോഗ്യത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് 50% മാർക്കോടെ +2 ജയിച്ചിരിക്കണം. ടോട്ടൽ 50% മാർക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി, അതായത് ഓരോ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് 40% മാർക്കും വേണം. ഓരോ വിഷയത്തിലും പ്രത്യേകം 40% മാർക്കും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2024-25 അക്കാദമിക് വർഷത്തെ ബോർഡ് എക്സാം എഴുതുന്നവർക്കും അപേക്ഷിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ശമ്പളം പരിശീലന സമയത്ത് 14,600 രൂപയാണ്. തുടർന്ന് 21,700 to 69,100 വരെ അത്രയും ശമ്പളത്തോടെയുള്ള നിയമനമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതിലും 2 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ആദ്യ ഘട്ടത്തിൽ ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് INET ഉണ്ടായിരിക്കും. ഇത് മെയ് മാസത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും നടത്തുക. ഇതിൽ ജയിക്കുന്നവർക്ക് 2ാം ഘട്ടത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 2ാം ഘട്ടം എന്ന് പറയുന്നത് PFT ആണ്, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഓക്കെ, എഴുത്ത് പരീക്ഷ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ ഉൾപ്പെടുന്നതാണ് ഏത് 2ാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൽ പറഞ്ഞ പോലെ തന്നെ, അഗ്നിവീറിൽ പറഞ്ഞ പോലെ തന്നെ PFT പാസ്സായവർക്ക് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, റിട്ടൺ എക്സാം ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ 6 മിനിറ്റ് 30 സെക്കൻഡിൽ 1.6 കിലോമീറ്റർ ഓട്ടം, 20 സ്ക്വാറ്റ്സ്, 15 പുഷപ്സ്, 15 ബന്നി സിറ്റപ്സ്. അഗ്നിവീറിന് അതേ ശാരീരിക യോഗ്യത തന്നെയാണ് മെഡിക്കൽ അസിസ്റ്റന്റിലും ഇതിൽ പറയുന്നത്. ഇതിൽ അവർ ഉയരം 157 സെന്റിമീറ്റർ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അൺകറപ്റ്റഡ് വിഷൻ കാഴ്ചശക്തിയിൽ പറഞ്ഞിരിക്കുന്നത് 6/12 6/12, കറക്റ്റഡ് വിഷൻ 6/6 6/6. കളർ പെർസെപ്ഷൻ കൊടുത്തിട്ടുണ്ട് CP പാസ്. ഓക്കെ, ഇതിൽ ഫീസ് സെയിം തന്നെയാണ്. അഗ്നിവീറിൽ അപേക്ഷിക്കേണ്ട സെയിം ഫീസ് തന്നെയാണ്. 550 രൂപ +18% GST. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. പരിശീലനം SSR മെഡിക്കൽ 2/2025 ബാച്ചുകാർക്ക് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ 2/2026 ബാച്ചുകാർക്ക് ജൂലൈയിലും എവിടെ തന്നെയാണ്, ഒഡീഷയിലെ INS ചിൽക്കയിലാണ് പരിശീലനം ആരംഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.joinindiannavy.gov.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നേവിയിൽ അഗ്നിവീർ ആകാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അവസാന തീയതി ഏപ്രിൽ 10 അതുപോലെ തന്നെ നേവിയിൽ മെഡിക്കൽ അസിസ്റ്റന്റ് ആകാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അതിലും അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 10 തന്നെയാണ്. എന്നാൽ അഗ്നിവീർ ആകാൻ സ്ത്രീകൾക്കും അവസരമുണ്ട്. അതിലെ യോഗ്യത എന്ന് പറയുന്നത് 10 +2 ആണ് അല്ലേ. നേവിയിൽ അഗ്നിവീർ ആകാനുള്ള അവസരം സ്ത്രീകൾക്കും ഉണ്ട്. അൺമാരീഡ് മെൻ ആൻഡ് വുമൺ ആണ് അവസരം വന്നിരിക്കുന്നത്. അതിൽ 3 ബാച്ചുകളാണുള്ളത്. ഏതൊക്കെയായിരുന്നു? 2/2025 1/2026 2/2026 എന്നീ 3 ബാച്ചുകളിലേക്കാണ് പ്രവേശനം. അവിടെ 4 വർഷത്തേക്കാണ് നിയമനം അല്ലെ. 4 വർഷത്തേക്കാണ് നിയമനം. ജസ്റ്റ് യോഗ്യത 10 +2, അതായത് 2 വേക്കൻസീസ് ആണല്ലോ. അതായത് അഗ്നിവീർ SSR ഉണ്ട്, അഗ്നിവീർ മെട്രിക്കും ഉണ്ട്. SSRന് വേണ്ടത് +2 അല്ലെങ്കിൽ ഡിപ്ലോമയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതല്ല, മെട്രിക്കിന് അവർക്ക് വേണ്ടത് 50% മാർക്കോടെ 10ാം ക്ലാസ് ജയമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വർഷത്തെ
2024-25 അക്കാദമിക് വർഷത്തെ ബോർഡ് എക്സാം എഴുതുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? നേവിയിൽ അഗ്നിവീർ ആകാൻ വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് എന്നാണ് നേവിയിലത്തെ കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ നേവിയിൽ മെഡിക്കൽ അസിസ്റ്റന്റ് വേക്കൻസിയും വന്നിരിക്കും നമ്മൾ പറഞ്ഞു. അത് പുരുഷന്മാർക്ക് മാത്രമാണ്. യോഗ്യത അവർ +2 പറയുന്നുണ്ട്. +2 വെറുതെ പാസ്സായ പോരാ, 50% മാർക്കോടെ +2 ജയമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഓരോ സബ്ജക്റ്റിനും 40% മാർക്ക് വേണം. എന്നാൽ അഗ്നിവീറിലുള്ള പോലെ വെറും 4 വർഷത്തേക്കല്ല നിയമനം. ഇത് എത്ര വർഷത്തേക്കാണ്? 20 വർഷത്തേക്കാണ് നിയമനം. പരിശീലനത്തിന് ശേഷം 20 വർഷത്തേക്കാണ് നേവിയിൽ മെഡിക്കൽ അസിസ്റ്റന്റ് നിയമനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.